കോഴിക്കോട് നാദാപുരം കടമേരിയിൽ +2 പരീക്ഷയ്ക്ക് ആൾമാറാട്ടം. ബിരുദ വിദ്യാർത്ഥിയായ പുളിയഞ്ചേരി സ്വദേശി കെ മുഹമ്മദ് ഇസ്മയിൽ അറസ്റ്റിലായി. +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലാണ് ആൾമാറാട്ടം നടന്നത്. കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് ഈവനിങ്. അഭിലാഷ്, എന്താണ് ഈ സ്കൂളിൽ സംഭവിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഈ ആൾമാറാട്ടം? ആർക്കു വേണ്ടിയാണ് ഇയാൾ പരീക്ഷ എഴുതാൻ വന്നത്? ഡോക്ടർ അരുൺകുമാർ, ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഒരു വശത്ത് പരീക്ഷാ സമ്പ്രദായത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതോടൊപ്പം തന്നെ ചില സ്കൂളുകൾക്കെതിരെ പോലും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് പരീക്ഷയിൽ ക്രമക്കേട് നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയെ പരീക്ഷയ്ക്കിരുത്തി ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതി ജയിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് കാര്യം. ഇത് പുതുമയുള്ളൊരു കാര്യമല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ ഏതായാലും നാദാപുരത്ത് RIC സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ബിരുദ വിദ്യാർത്ഥിയാണ് അവിടെ പരീക്ഷ എഴുതാൻ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ +1ൻ്റെ ഈ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ എത്തിയ ബിരുദ വിദ്യാർത്ഥിയെയാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകന് സംശയം തോന്നുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഇദ്ദേഹം ആൾമാറാട്ടം നടത്തിയാണ് പരീക്ഷാ ഹാളിൽ എത്തിയതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ ഹാൾ ടിക്കറ്റിൽ തിരിമറി നടത്തിയെന്നുള്ള കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പ്രിൻസിപ്പൽ ഇത് സംബന്ധിച്ച് പോലീസിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്കൂളിലെത്തി ഈ വിദ്യാർത്ഥിയെ കെ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കസ്റ്റഡി എടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നാളെയായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുകയും ചെയ്യുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. കാരണം പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ താറുമാറാക്കുന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുകൾ നടക്കുന്നത് എന്നുള്ളതും ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. താങ്ക് യു. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.